ഇത് പിള്ളേരുടെ ചോറ് മാത്രമല്ലേ? ശ്യാമ ചോറെടുക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഈശ്വരൻ, അപ്പൊ അവിടുത്തെ ബാഗിൽ വച്ചില്ലേ? ഈ പെണ്ണിനൊരു കാര്യം, ഇവിടുത്തെ എന്തോർത്ത ഈ നടക്കുന്നത്? ശ്യാമേ, എടീ, നീ കുട്ടികളുടെ ബാഗിൽ ചോറ് മാത്രം വച്ചില്ലേ? വച്ചായിരുന്നല്ലോ. ഉറപ്പാണോ? ആ, ഞാനല്ലേ ചോറെടുത്ത, അപ്പൊ ഞാൻ തന്നല്ലേ വെച്ചത്. ആ, അപ്പൊ ഇതേത് പാത്രമാ? രണ്ടുപേരുടെ ഇവിടെ ഉണ്ട്. അല്ലമ്മേ, ഞാനിത് ബാഗിൽ വെച്ചതാണല്ലോ. ശ്യാമേ, ഇനി നീ അതും ഇതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പിള്ളേരിനി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം. എന്താ ശാരദാമ്മ സംഭവം? കണ്ടില്ലേ ശാന്തേ, കുട്ടികൾക്ക് എടുത്തു വെച്ച ചോറ. അതിവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിനി എപ്പോ ഈ ചോറും കൊണ്ട് എത്താനാ? കടയിലാണെങ്കി ഇപ്പൊ ഊണ് കഴിക്കാനുള്ള തിരക്ക. നിന്നെ കൊണ്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാ ഇവളൊന്നും സഹായിക്കുവോ? അതുമില്ല. എന്നും ഇങ്ങനെ സങ്കടവും ദുഃഖം കാണിച്ചുകൊണ്ടിരുന്നാ മതി. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അടക്കി പിടിച്ച് നടക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഉറക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? മറ്റുള്ളവരെ കൂടി അറിയിച്ച് എന്തിനാ അവരുടെ സ്വസ്ഥത കൂടി നശിപ്പിക്കുന്നത്? ഇവളങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എന്റെ ശാരിയും ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഇളയ മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിന്റെ അനുഭവ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ. ശാന്തൻ, ഞാൻ ഈ ചോറ് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. പിള്ളേരെ ചോറ് ബാഗിൽ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. പാവം പിള്ളേര് എങ്ങനെ വിശപ്പ് സഹിച്ച് ക്ലാസ്സിലിരിക്കും? പൊന്നി, ഒന്ന് വെയിറ്റ് ചെയ്യണേ.